ജീവകാരുണ്യ സംഘടനയായ റെഡ് ക്രോസിന്റെ കേരള ഘടകം വൈസ് പ്രസിഡന്റായി RSS നേതാവ് A. ജയകുമാറിനെ ഗവർണർ നാമനിർദ്ദേശം ചെയ്തു. ആദ്യമായാണ് ഗവർണർ റെഡ് ക്രോസ് വൈസ് പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യുന്നത്. ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റുമെന്ന് ചുമതല ഏറ്റെടുത്ത ശേഷം A. ജയകുമാർ 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. കേരള ബ്രാഞ്ചിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് ആദരണീയ ഗവർണർ എന്നോട് ഇതിൽ നോമിനേറ്റ് ചെയ്ത് എൻ്റെ വിവരം അറിയിച്ചു. കേരളത്തിൽ സേവന രംഗത്ത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് റെഡ് ക്രോസ് സൊസൈറ്റി വളരെയേറെ ആഴത്തിൽ പ്രവർത്തിക്കാനുണ്ട്. ഇതിനെല്ലാം തന്നെ ഇവരോടൊപ്പം ചേർന്ന് ഇവർക്ക് വേണ്ട മാർഗദർശനം നൽകുക, കൂടുതൽ ശക്തിയായി കേരളത്തിൻ്റെ പ്രവർത്തനം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടും കൂടുതൽ ശക്തമായിട്ടും മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഇവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, ഇതിൽ റെഡ് ക്രോസിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു RSS നേതാവ് എത്തുന്നു, അത് ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നു. എന്താണ് സാഹചര്യം? അനുജ, സാധാരണഗതിയിൽ നേരത്തെ തന്നെ കേരള ഗവർണർമാർക്ക് ഈ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ കേരള ഘടകത്തിലെ ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം നോമിനേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയുള്ള ഗവർണർമാർ ആരും ഇത്തരത്തിലൊരാളെ നോമിനേറ്റ് ചെയ്തിരുന്നില്ല. ആദ്യമായിട്ട് പുതിയ കേരള ഗവർണർ ഒരാളെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. അത് RSSലെ മുതിർന്ന നേതാവായ A. ജയകുമാറിനെയാണ്. അദ്ദേഹം സമീപകാലങ്ങളിൽ ഒരുപക്ഷെ ADGP MR രാജ്കുമാറുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയ വിഷയവുമായി ബന്ധപ്പെട്ടെല്ലാം കേരള പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർന്നു കേട്ട പേരാണ് A. ജയകുമാറിൻ്റെത്. പക്ഷേ RSSനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും മുതിർന്ന നേതാവാണ്. RSSന്റെ ഏറ്റവും ശക്തനായ കേരളത്തിലെ നേതാക്കളിൽ ഒരാളുമാണ്. അദ്ദേഹം എന്തായാലും റെഡ് ക്രോസിന്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള ഏറ്റവും സുപ്രധാനമായ ചുമതലയിലേക്ക് എത്തിയിരിക്കുന്നു. സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമെല്ലാം കാലങ്ങളായി പ്രവർത്തിക്കുന്ന സൊസൈറ്റി മാതൃകയിൽ പ്രവർത്തിക്കുന്നതാണ് ഇന്ത്യൻ റെഡ് ക്രോസ്. ഇന്ത്യൻ റെഡ് ക്രോസിന്റെ കേരള ഘടകം സാധാരണ ഒന്നുകിൽ ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച പരിചയമുള്ളവരോ ആരെങ്കിലും ആയിരിക്കും സാധാരണ ഈ സൊസൈറ്റിയിൽ അംഗമായ ശേഷം തിരഞ്ഞെടുക്കപ്പെടുന്നത്. പക്ഷേ നോമിനേറ്റ് ചെയ്യുന്ന ഒരു രീതി, അത്തരത്തിൽ വൈസ് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു രീതി അല്ലെങ്കിൽ കീഴ്വഴക്കം ഗവർണർ നടത്തിയിരുന്നില്ല. എന്തായാലും അതിലേക്ക് കൂടി ഗവർണർ എത്തിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഗവർണർക്ക് ഇതേ രീതിയിൽ പല സൊസൈറ്റികളിലും പല ഘടകങ്ങളിലുമെല്ലാം അവർക്ക് വേണ്ട ആളുകളെ നോമിനേറ്റ് ചെയ്യാനുള്ള പദവികൾ ഉണ്ടായിരുന്നു. പക്ഷേ കാലങ്ങളായി മാറി മാറി വന്ന ഗവർണർമാർ അത്തരമൊരു ഒരു ഉത്തരവാദിത്തമോ അല്ലെങ്കിൽ അത്തരമൊരു ചുമതല ഏറ്റെടുക്കാറില്ലായിരുന്നു. പക്ഷേ എന്തായാലും ഇനി മുതൽ അത് ഏറ്റെടുക്കും എന്നുള്ള സൂചന കൂടിയാണ് A. ജയകുമാറിന്റെ ഒരു നിയമനത്തിലൂടെ നാമനിർദ്ദേശത്തിലൂടെ മനസ്സിലാക്കുന്നത്. കേരള ഘടകം വൈസ് പ്രസിഡന്റായി RSS നേതാവ് A. ജയകുമാറിനെ ഗവർണർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. ഗവർണർക്ക് ഇങ്ങനെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷേ മുൻപ് ഒരു ഘട്ടത്തിലും ഗവർണർമാർ അങ്ങനെ ഒരു അധികാരം ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ഗവർണർ ആ അധികാരം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ജയകുമാർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നത് പ്രേക്ഷകർ ഓർമ്മിക്കുമെന്ന് കരുതുന്നു.